നമസ്കാരം. 2025 മെയ് 14 41 നാഴിക 12 വിനാഴികയ്ക്ക് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുകയാണ്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം എന്ന ഗ്രഹം. ഒരാളുടെ ജാതകത്തിലെ ഭാഗ്യം, ദൈവാധീനം, അനുഭവയോഗങ്ങൾ, ലഭിക്കുന്ന അവസരങ്ങൾ, അത് പ്രയോജനപ്പെടുത്താനുള്ള അവസ്ഥ, ഇവയെല്ലാം വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. അതുകൊണ്ട് വ്യാഴം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറെ പ്രധാനമാണ് എന്ന് പറയുന്നു. മറ്റെല്ലാ ഗ്രഹസ്ഥിതികളും അനുകൂലമാണ് എങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി ദോഷകരമാണ് എങ്കിൽ അനുഭവ ഗുണം കുറയും. നമ്മൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ദൈവാധീനക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. ധാർമ്മികനും സ്വാത്വികനുമായിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം. സകല ഗുണ സമ്പൂർണൻ എന്ന വിശേഷണം ഒരിക്കലും വ്യാഴത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അതിശയോക്തിയായിട്ട് പറയേണ്ടതില്ല. അങ്ങനെ തന്നെ നമുക്ക് വിളിക്കാം. വേദശാസ്ത്രങ്ങൾ, നീതിന്യായം, ആചാരാനുഷ്ഠാനങ്ങൾ, പലതരം ചിന്താ പദ്ധതികൾ, പഴയതും പുതിയതുമായ വിദ്യകൾ, കലകൾ എന്നിവയിലെല്ലാം ഉന്നതമായ ജ്ഞാനമുള്ളവനാണ് വ്യാഴം. ദീന, ദയ, ത്യാഗശീലം, അഹന്ത വിഹീനത, നീതിബോധം തുടങ്ങിയ ഉത്തമ ഗുണങ്ങളുടെ ഇരിപ്പിടം കൂടിയാണ് വ്യാഴം. നന്മയിൽ വേരൂന്നിയ വ്യക്തിത്വവും തിന്മയോടുള്ള സന്ധിയില്ലാത്ത സമരവും ഈ ഗ്രഹത്തെ നവഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള സർവചൈതന്യത്തെയും ശുദ്ധീകരിച്ച് പ്രസരിക്കാനുള്ള കഴിവ് വ്യാഴത്തെ പോലെ മറ്റൊരു ഗ്രഹത്തിനുമില്ല എന്നതാണ് ശ്രദ്ധേയം. ഉത്കൃഷ്ടമായ മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് വ്യാഴം. വ്യാഴം ജാതകത്തിൽ 6, 8, 12 തുടങ്ങിയ സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് നന്നല്ല എന്നാണ് പൊതുവെ പറയാറ്. പുത്രകാരകനാണ് വ്യാഴം. മക്കളുടെ ആരോഗ്യം ഇടയ്ക്കിടെ പ്രശ്നത്തിലാവുന്നതിനും മക്കളും നിങ്ങളും തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ, മക്കൾ വിട്ടുപിരിഞ്ഞു പോകുന്നതിനുമൊക്കെ ഈ വ്യാഴം കാരണമാകും, അത് അനിഷ്ട സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ. ഓർമ്മശക്തി, സ്ത്രീകൾക്ക് ഗർഭപാത്ര തകരാറുകൾ, ഉദര രോഗങ്ങൾ, തലചുറ്റൽ, രക്തസമ്മർദ്ദം, പാരമ്പര്യ രോഗങ്ങൾ, മാനസിക സമ്മർദ്ദം എന്നിവ വ്യാഴത്തിൻ്റെ ദോഷത്താൽ വന്നു ചേരാൻ ഇടയുണ്ട്. അതുകൊണ്ട് ചിലവുകളും നമുക്ക് ഇരട്ടിക്കും. അപ്പം നമ്മൾ സാമ്പത്തികമായി കുറച്ച് ഞെരുക്കത്തിലൊക്കെ ആകും. വ്യാഴം ദുർബലമായ വ്യക്തികൾക്ക് കർമ്മശക്തിയിലും ഈശ്വരവിശ്വാസത്തിലും പാരമ്പര്യ വിശ്വാസങ്ങളിലുമൊക്കെ കുറവ് വരുന്നതായും കാണും. അപ്പോൾ വ്യാഴം അനിഷ്ട സ്ഥാനത്താണെങ്കിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം. മറ്റൊന്ന്, ഗുരുജനങ്ങളോടും മറ്റ് ബഹുമാന്യരോടുമുള്ള ബഹുമാനം നമുക്ക് കുറയും. നിരാശാബോധം, ഉത്കണ്ഠ എന്നിവയൊക്കെ ഏറിയിരിക്കും. ഗുരുവിൻ്റെ ദശാപകാര കാലങ്ങളിലൊക്കെ ഇവ വളരെ വർദ്ധിക്കുന്നതായിട്ട് കണ്ടുവരുന്നു. നമുക്ക് വ്യാഴ ദോഷങ്ങളിൽ നിന്നും എങ്ങനെയാണ് രക്ഷ നേടുന്നത് എന്ന് നോക്കാം. വ്യാഴദോഷങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നതാണ് ഒന്ന്. നാരായണീയം, നാരായണ കവചം, ലക്ഷ്മി നാരായണ സ്തോത്രം, വിഷ്ണു സഹസ്രനാമം മുതലായ സ്തോത്രങ്ങളൊക്കെ ഭക്തിപൂർവം നമ്മൾ പാരായണം ചെയ്യുക. ഇങ്ങനെ പാരായണം ചെയ്യുകയാണെങ്കിൽ വ്യാഴ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ശമനം ലഭിക്കുന്നതാണ്. ഗുരുവായൂർ, തിരുപ്പതി എന്നീ പുണ്യസ്ഥലങ്ങളിലൊക്കെ പോയി വഴിപാടുകൾ നടത്തി നമ്മൾ പ്രാർത്ഥിക്കുക. മഹാവിഷ്ണുവിന് മഞ്ഞ പട്ടുടയാട സമർപ്പിക്കുന്നതും സ്വർണം കൊണ്ടുള്ള എന്തെങ്കിലും ആഭരണം ശരീരത്തിൽ അണിയുന്നതും മഞ്ഞ നിറം കലർന്ന വസ്ത്രങ്ങൾ അണിയുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ദക്ഷിണാമൂർത്തി സ്തുതികളും ഗുരുഗായത്രിയും ജപിക്കുന്നത് ഗുരുദോഷ ശാന്തിക്ക് സഹായകമായ കർമ്മങ്ങളാണ്. അപ്പോൾ വ്യാഴത്തിൽ നിന്ന് നമുക്ക് വ്യാഴം അനിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ കുറേ ദോഷവശങ്ങളുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മുക്തി നേടാനായിട്ട് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറെക്കുറെ ശമനം ലഭിക്കും.